എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന പഴയ ബുക്കുകളില്ലേ, ഇപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചിരുന്ന ബുക്കുകളോ വായിച്ചിരുന്ന ബുക്കുകളോ എങ്ങനെയൊക്കെ ആയാലും ഇതുപോലത്തെ ഏതെങ്കിലും തരത്തിലുള്ള ബുക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ പെയിൻ്റ് ഒന്നും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ കമൻറ്റിലൂടെ പറയുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞു നീട്ടണില്ല, ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ആവശ്യമുള്ള ബുക്കൊന്നും കീറിയിട്ട് ഇതുപോലൊന്നും ചെയ്യണ്ട കേട്ടോ. ആവശ്യമില്ലാത്ത ബുക്കുകൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പീസ് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബുക്കായിരിക്കും കൂടുതൽ നന്നായിരിക്കുക, അതുകൊണ്ടാണ് ബുക്ക് വെച്ചിട്ട് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ പേജുകളാണ്. അപ്പോൾ പടങ്ങളൊന്നും ഇല്ലാത്ത ഇങ്ങനെ എഴുതിയിട്ടുള്ളത് മാത്രം എഴുതിയിട്ടുള്ള പോലത്തെ പേജുകളാണ് കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ പേജിൽ നോക്കിയിട്ട് പടങ്ങളില്ലാത്ത ഭാഗം വരുന്നത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സമചതുരമല്ലേ, നല്ല സ്ക്വയർ ഷേപ്പിലുള്ള പീസുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നീളവും വീതിയും ഒക്കെ ഒരുപോലെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം, പക്ഷേ എല്ലാ ചതുരവും ഒരേ സൈസ് ആയിരിക്കണം, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബുക്കിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരേ വലുപ്പത്തിലുള്ള കുറച്ച് ചതുരങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനെടുത്തത് എത്രയാണെന്ന് വെച്ചാൽ 9 സെൻറ്റിമീറ്റർ നീളവും 9 സെൻറ്റിമീറ്റർ വീതിയും ഒക്കെ ഉള്ള ഒരു സമചതുരമാണ് എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2-3 എണ്ണം ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്നിങ്ങനെ മടക്കി എടുക്കുകയാണ്. ആദ്യം ഒന്ന് മടക്കുക, പിന്നെ വീണ്ടും ഒന്ന് മടക്കുക, പിന്നെ വീണ്ടും ഒന്ന് മടക്കുക. അപ്പോൾ 3 പ്രാവശ്യമാണ് മടക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് റൗണ്ടിൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വൃത്തിയിൽ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക, കണ്ടില്ലേ. പിന്നെ അതിൻ്റെ ഒരു മുനഭാഗം വരുന്ന ആ ഒരു കോർണറിലും ഒന്ന് ജസ്റ്റ് ഒരു ഹോള് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നിവർത്തി നോക്കിക്കേ, നല്ലൊരു പൂവ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു കോർണറും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം തന്നെ, അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഹോളും കിട്ടി, കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ആദ്യം കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക, പിന്നെ വീണ്ടും ഒന്നുകൂടെ മടക്കുക, കണ്ടില്ലേ. ഇനി വീണ്ടും ഒന്നുകൂടെ മടക്കുക അതിൻ്റെ നടുവിലൂടെ കേട്ടോ. അത്രയ്ക്കാണ് അതിൻ്റെ മടക്കൽ വരുന്നത്. പിന്നെ നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ആ ഒരു കോർണർ, ആ മൂലഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഹോള് വരുത്തുക. ഇത്രയ്ക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ 6 എണ്ണം നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം കാണാം. അപ്പോൾ നമ്മളിതേ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കത്രിക എടുത്തിട്ട് ആ ഒരു 2 എതളുകൾക്ക് ഇടയിലൂടെ ആ ഒരു ഹോളിൻ്റെ ഭാഗത്തേക്ക് ഒരു കട്ട് കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിങ്ങനെ കീറിയ പോലെ, പകുതി കീറിയ പോലെയാവും, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് വേണ്ടത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഞാൻ അടുത്ത പൂവിൻ്റെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പെറ്റൽ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്, കണ്ടില്ലേ. നേരത്തെ നമ്മൾ വെറുതെ ഒരു വെട്ട് മാത്രമല്ലേ കൊടുത്തുള്ളൂ, ഇപ്പോൾ ഒരു പെറ്റൽ ഫുള്ളായിട്ട് എടുത്തു മാറ്റി. ഇനി അടുത്ത പൂവ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ 2 പെറ്റൽ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ആദ്യം വെറുതെ ഒരു വെട്ട് കൊടുത്തു, പിന്നെ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റി, പിന്നെ അടുത്തത് 2 എണ്ണം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പറയുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, അടുത്ത പൂവ് എടുത്തിട്ട് അതിൻ്റെ 3 പെറ്റൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു, ഇപ്പോൾ 3 എണ്ണം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തതായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 4 എണ്ണത്തിൻ്റെ നടുവിലൂടെ കട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം നടുവിനെ മുറിക്കുന്ന ആ ഒരു രീതിക്കായിരിക്കും വരിക. പിന്നെ ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് കളയും ചെയ്ത് അവിടെ വെക്കൂട്ടോ, അതൊക്കെ ആവശ്യമുണ്ടായി. പിന്നെ അടുത്തത് 5 എണ്ണം. അപ്പോൾ എണ്ണി നോക്കുക, 1 2 3 4 5. അപ്പോൾ 5ൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണിത്. പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നിയാലും ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മളിത് എല്ലാം ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു പൂവില്ലേ, അത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു എതളിൻ്റെ മുകളിൽ കൂടെ മറ്റേത് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ അതിന് ഫെവിക്കോൾ എടുത്തിട്ട് ഒരു എതളുമേ പശ തേച്ചിട്ട് മറ്റേത് അതിൻ്റെ മുകളിൽ കൂടെ കറക്റ്റായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ എന്താ ഒരു പ്രത്യേക നല്ല ഷേപ്പിന് നിൽക്കുമല്ലോ പൂവ് പോലെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഇല്ലെങ്കിൽ മൈദയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഫെവിക്കോൾ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പശ കയ്യിലില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ പശ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള അത് എടുത്തിട്ട്
അതിലും ഇതുപോലെ പശ ഒരു ഇതളിൽ തേച്ചിട്ട് മറ്റേത് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ച് വയ്ക്കുക. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം തന്നെ അതേ രീതിയിൽ ചെയ്യുക. ഒരു പെറ്റലുമേ പശ തേക്കുക, മറ്റേത് അതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക നല്ലൊരു ഷേപ്പിന് കിട്ടും. നമുക്ക് എല്ലാം ചെയ്യാം നമുക്ക് അതുപോലെ. എല്ലാവർക്കും മനസ്സിലാവണില്ലേ ഞാൻ പറയണത്? അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തോ ഇതിലൊരു ബുദ്ധിമുട്ടുള്ള. വെറുതെ ഒരെണ്ണത്തിൽ ഇങ്ങനെ പശ തേക്കുക, അപ്പോൾ മറ്റേത് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് 2 പെറ്റൽ ഒന്നാക്കിയിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. കണ്ടോ? അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അതിങ്ങനെ ഓരോന്നും ചെറുതായി വരും. അപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് വരും. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ടഫ് തോന്നുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ദേ ആകെ 3 പെറ്റലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം ആകുമ്പോൾ ആ രണ്ടാമത്തേൻ്റെ മുകളിൽ പശ തേച്ചിട്ട് ആ മൂന്നാമത്തെ അതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. ഇപ്പോഴൊക്കെ നന്നായിട്ട് ചെറുതായി. ഇനി അടുത്തത് 2 എണ്ണത്തിൻ്റെ ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു പെറ്റൽ മാത്രമേ ഉള്ളതാണ്. അപ്പോൾ ഇതും നമുക്ക് ഒട്ടിക്കണം. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് പശ തേച്ചിട്ട് ഒന്നിങ്ങനെ ചുരുട്ടണ പോലെ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബഡ്സോ അല്ലെങ്കിൽ പാനയുടെയൊക്കെ ട്യൂബോ ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഓരോ പൂവിൻ്റെ ഇതളിൻ്റെയും ആ ഒരു അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക, ഒന്ന് വളഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബൾബ് വെച്ചിട്ടൊരു റീയൂസ് ഐഡിയ ചെയ്തിട്ടുണ്ടായില്ലേ, എല്ലാവരും കണ്ടോ അത്? അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു മോഡൽ തന്നെയാണ്. നമുക്ക് ആ ഒരു അരികൊന്ന് വളച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ പിടിച്ചിട്ടൊന്ന് തിരിച്ചാൽ മതി. അപ്പോൾ പേപ്പറല്ല, അത് കറക്റ്റായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇടയ്ക്ക് ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് പോവാണ് കേട്ടോ. അപ്പോൾ അതിലായിരിക്കുമല്ലോ നമ്മളെ ശ്രദ്ധ. അപ്പോൾ ക്യാമറയുടെ കാര്യം ഞാൻ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ആദ്യം വലുതെടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ വലിപ്പമുള്ളത് എടുക്കുക, എന്നിട്ട് അത് അതിലൊട്ടിക്കുക. പിന്നെ അതിൽ വീണ്ടും കുറച്ച് പശ അടിഭാഗത്താക്കി കൊടുത്തിട്ട് അതിനേക്കാളും ചെറുത് ഒട്ടിക്കുക. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു പെറ്റൽ വെച്ച് ചെയ്തില്ലേ അതുവരെ ഫുള്ളായിട്ട് ഇങ്ങനെ മോളിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏത് പശയായാലും മതി. അപ്പോൾ എല്ലാം ഒട്ടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല ഭംഗിയുള്ളൊരു റോസാപ്പൂവായിട്ട് മാറുന്നത്. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടിരിക്കുന്നു. അപ്പോൾ കളർ പേപ്പർ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഒരുപോലത്തെ എഴുതിയിട്ടുള്ള പേജുകളാണെങ്കിൽ നല്ല ഭംഗിയുള്ള റോസാപ്പൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പടങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വൃത്തിക്ക് കിട്ടില്ല. എല്ലാ പേജും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന എല്ലാ സ്ക്വയേഴ്സും ഒരുപോലത്തെ എഴുത്താണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലത്തെ റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റോസാപ്പൂക്കൾ ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പേപ്പർ സ്റ്റിക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഒരു പേജ് എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഈർക്കിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീളത്തിലുള്ള സംഭവം വെച്ചിട്ട് ചുരുട്ടി നന്നായിട്ട് ടൈറ്റിൽ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഫെവിക്കോൾ ആക്കിയിട്ട് ആ ഒരു എന്താണോ നമ്മൾ ഉള്ളിൽ വെച്ചത് അതങ്ങോട്ട് വലിച്ചെടുക്കുക. അതെല്ലാവർക്കും അറിയാമല്ലോ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ. അങ്ങനെ ഈ പൂവിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരു 5-6 പേപ്പർ സ്റ്റിക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഒന്നിങ്ങനെ വിടർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് പശ ആക്കിയിട്ട് അവിടെ ഒന്ന് നമ്മുടെ ഫ്ലവർ ഒട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോൾ ആയാലും മതി, കുറച്ച് സമയം പിടിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ് സെറ്റാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്, ഒരു പഴയ സോക്സാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ബോക്സിനെ കടത്തി വെക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറുള്ള ഏതെങ്കിലും ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, തുണി വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്തതാണ്.
പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഇതിൽ നിന്ന് ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ട്രിപ്പ് പോലെയും പിന്നെ ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പുകളും കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സംഭവം ഒന്നല്ല, വെറുതെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു ഭംഗിക്ക് ഒരു വേസ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോഴേ കൂടുതൽ നല്ല ഭംഗിയായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫ്ലവറും വേസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എന്തെങ്കിലും ഒരു വെയിറ്റ് ഈ ഒരു വേസിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി കേട്ടോ, അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഈ ഒരു റോസാപ്പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഒരു പ്രത്യേക രസമുണ്ട് ആ ഒരു ലെറ്റേഴ്സും ഒക്കെ ആയിട്ടിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കറിയാലോ, വളരെ സിമ്പിളാണ്. നമുക്ക് അധികം മെറ്റീരിയൽസ് ഒന്നും വേണ്ട. പശയും അതുപോലെ തന്നെ പേപ്പർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു കളർ പോലും ഇല്ലാണ്ട് ഇങ്ങനത്തെ റോസാപ്പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയാലും ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണെന്ന് മനസ്സിലാവും. പെട്ടെന്ന് വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മടി വിചാരിച്ചിരിക്കാണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ ടിപ്സും അതുപോലെ തന്നെ ഇതുപോലത്തെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. ഇനിയപ്പോൾ മറ്റൊരു നല്ല കിടിലൻ ഐഡിയ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു.